ലവ് സമയം ഞാൻ കറന്നിട്ടൊക്കെ എത്ര കറന്നിട്ടുണ്ട് അല്ലേ അതെ പിന്നെ പറയും അതൊക്കെ വേണ്ടി ഞാൻ ചുടുക്കി ഷോർട്ടായിട്ട് ചുടുക്കി ചുരുക്കി ഹലോ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് എന്താ സ്പെഷ്യൽ അറിയോ? അപ്പൊ ഇന്ന് നമുക്ക് ലവ് സ്റ്റോറി പറയാം. കാരണം ഇപ്പൊ നമുക്ക് പെറ്റുപോയി. പിന്നെ കാരണം ലവ് സ്റ്റോറി ചെയ്യും. കാരണം നമുക്ക് ഓൾറെഡി ലവ് സ്റ്റോറി പണ്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ മൂവ് ചെയ്യലോ ഇത് എന്താ ഇക്കൊക്കെ ചെയ്യണോ? ഓൾറെഡി നമുക്ക് ലവ് സ്റ്റോറി പണ്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ ഇപ്പോ അത് ആ ലവ് സ്റ്റോറി ചെയ്തിട്ട് ഒരു വർഷമായില്ലോ. അപ്പൊ ഇപ്പൊ പുതിയ നമുക്ക് സബ്സ്ക്രൈബർ ആയില്ലോ. പുതിയ സബ്സ്ക്രൈബർ ഒക്കെ ശരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടോ? പിന്നെ നമുക്ക് ലവ് സ്റ്റോറി അറിയില്ലേ? അപ്പൊ ഇങ്ങനെ മീറ്റ് ചെയ്തായിരുന്നോ? അപ്പൊ നമുക്ക് പുതിയ സബ്സ്ക്രൈബർ ഒക്കെ ഒന്നും അറിയില്ലേ. അപ്പൊ അതൊക്കെ വേണ്ടി വീണ്ടും നമുക്ക് വീഡിയോ ലവ് സ്റ്റോറിക്ക് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ കുറച്ച് സംസാരിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ലവ് സ്റ്റോറി ചെയ്തപ്പോൾ ഞാൻ വെള്ളടിച്ച് സംസാരിക്കണമെന്ന് തോന്നി എല്ലാവർക്കും. അതുകൊണ്ട് പലതും മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ആട്ടോ കൂടുതൽ പറയണേ. ഞാൻ തലാട്ടിക്കൊണ്ടിരിക്കാം. അപ്പൊ ഇത് നമുക്ക് കുറെ നീക്കി ഞാൻ കൊണ്ടുപോകില്ല. ചുടുക്ക് നമുക്ക് പെട്ടിനെ പറയാം. ചുടുക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ കൂട്ട ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് വർക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ വാട്ടെവർ ഇത് വർക്കിംഗ് ഉണ്ടായിരുന്നു. ഒരുമിച്ച് നമുക്ക് വൈറ്റ്ലാല് അവിടെ സലൂൺ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോ ഡിവൈ പറഞ്ഞിട്ട് സലൂൺ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ നമുക്ക് ആപ്പു ചേട്ടനക്ക് അവിടെ കണ്ട് മുട്ടി അല്ലേ? ഫസ്റ്റ് കണ്ടപ്പോ ചേട്ടാട്ടോ അപ്പൊ അലക്സ് ചേട്ട പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കൂട്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചേട്ടാ അല്ലേ? അപ്പൊ പക്ഷെ ഞാന് അതെന്താ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേട്ടാ പറയുന്ന തോന്നൂലേ? എനിക്ക് ക്രഷ് വന്നായിരുന്നു. പക്ഷെ എന്താ പറയാ, അവിടെ പറയാൻ പേടിയായിരുന്നു. കാരണം ഞാൻ വില്ലേജിലായിരുന്നല്ലോ, കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് വില്ലേജിലായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സിറ്റിയിലൂടെ ഞാൻ അധികം സംസാരിക്കാത്ത ഒരാളാണ്. അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്തോ എന്നോട് പറയും, ഞാൻ എന്നൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പറയാൻ പേടി. എനിക്ക് ഇങ്ങനെ പ്രേമിച്ചെടുക്കാൻ ഭയങ്കര പേടിയുള്ള കേസായിരുന്നു. ഇത് അമ്മ ഒതുക്കി വളർത്തി അന്നൊക്കെ. ക്രഷ് ഉണ്ടായിരുന്നോ? അപ്പൊ നിനക്ക് അപ്പൊ ആ സമയത്ത് പറഞ്ഞില്ല. അപ്പുക്കുട്ടിയൊക്കെ പാവം പേടി ഉണ്ടായിരുന്നു പറയാൻ. പിന്നെ ആ സമയത്ത് നമുക്ക് രണ്ടുപേരും അവിടെ വർക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് അത്ര ഫ്രണ്ടും ഉണ്ടായിരുന്നില്ലേ. ഞാൻ എൻ്റെ ജോലി ചെയ്യും. പിന്നെ അപ്പുക്കുട്ടൻ അവിടെ വരുമ്പോ അവിടെ ഇതുണ്ടല്ലോ, ഫ്രഷർ ഉണ്ടല്ലോ. അപ്പുക്കുട്ട ആ സമയത്ത് അവിടെ പഠിക്കുന്നു. ജോലി സമയത്ത് അവിടെ പഠിക്കണ്ടേ, കൺസെൻട്രേറ്റ് ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ അവിടെ എത്തിയപ്പോ എന്നെ കസിൻ ബ്രദർ അവിടെ കൊണ്ട് ചേർത്തത്. അപ്പൊ എന്റെ 2 ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ ഇവളെ കുറിച്ച് പറയണ കേൾക്കണ്ടായിരുന്നു. സുന്ദരി കൊച്ചിൻ്റെ സുന്ദരി കൊച്ചു. ഞാൻ ആരാണ്, എന്താണ്, നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആരാണ് ഇത്ര എല്ലാവരും പറയുന്നുണ്ട് സുന്ദരി കൊച്ചുണ്ട്. താഴത്തെ കടയിൽ ഷോപ്പിൽ ആൾക്കാർ ചോദിക്കും. ഇത് മാളാണ്, നമ്മുടെ 3rd ഫ്ലോറിലാണ് ഷോപ്പ് ഇരിക്കുന്നത്, നമ്മുടെ ബ്യൂട്ടി വർക്ക് ചെയ്യണത്. അപ്പോൾ താഴെ ആൾക്കാർ ചോദിക്കും, ആ കൊച്ചു വന്നിട്ടുണ്ടോ, കൊച്ചു നമ്പർ മേടിച്ചു തരും, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആളത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് ആളെ കണ്ടിട്ടില്ല. 3-ാമത്തെ ദിവസമാണ് ആളെ കണ്ടത്. മറ്റേ എന്താ പുതിയ ഷോപ്പായിരുന്നു. നമുക്ക് നോട്ടീസ് കൊടുത്തോണ്ടിരിക്കുകയും താഴെ ഞാൻ. അപ്പോൾ ഫസ്റ്റ് ജോലി അതാട്ടെ, നോട്ടീസ് കൊടുക്കുന്നത്. അപ്പോഴാണ് കണ്ടത് കൊച്ചിനെ. നമ്മുടെ സോയിക്കുടീനെ കണ്ട ഒരു ഓട്ടോറിക്ഷയിൽ വന്നത്, ഒരു ഷാളൊക്കെ ഇട്ടിട്ട്, ഒരു ടീഷർട്ട്, പിന്നെ ഒരു ഷോർട്ട് നിക്കർ കൊടുത്തിട്ടില്ല ആ സമയത്ത്. അന്ന് ഇപ്പോൾ ഇടാൻ ആണ് ആൾക്കാർ ഇന്നൊക്കെ. അപ്പം അങ്ങനെ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പൊ എനിക്ക് ആളാന്ന് മനസ്സിലായില്ല കൊച്ചാണ്. പിന്നെ ഷോപ്പിലെത്തിയപ്പോൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു ഹായ്, ഞാൻ സോന പറഞ്ഞു. അപ്പൊ അലക്സ് പറഞ്ഞല്ലോ. ഫസ്റ്റ് ഷൈക്കൻ്റെ നിന്നപ്പോ ഒരു കൂളിംഗ് വന്നായിരുന്നു കേട്ടോ. ഒരു കറണ്ട് എനിക്ക് മാത്രം, ഇവർക്ക് വന്നില്ല. ബോഡിയിലേക്ക് പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ആ സമയത്ത് അങ്ങനെ ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ജേർണി സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ അവിടെ 1 വർഷം വർക്ക് ചെയ്തായി. ആ സമയത്ത് കേരളയിൽ 1 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷം ഇല്ലായിരുന്നു. ആ സമയത്ത് നീ 3 മാസം കഴിഞ്ഞ് പോയില്ലേ?
3-6 മാസം കഴിഞ്ഞ് പോയായിരുന്നു അവിടെ. ആ ഓ 3 മാസം ഇല്ല, 3 മാസം. അല്ല അപ്പൊ അവള് ഒരു 6 മാസം പിന്നെ അവള് 6 മാസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അപ്പം അത്ര ഞങ്ങൾ അടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോഴേക്കും ആള് പോയി, അകന്ന് പോയി, കോയമ്പത്തൂർ പോയി, അത് വർക്ക് ചെയ്ത് അവിടെ പോയി വർക്ക് ചെയ്ത്. പിന്നെ ഞാൻ ഉള്ളത് സെർച്ച് ചെയ്യായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്യായിരുന്നു. എനിക്ക് കറക്റ്റ് പേരറിയില്ലല്ലോ നിന്റെ. അപ്പൊ അതൊക്കെ അപ്പൊ എനിക്ക് ഞാൻ സ്വാഭാവികമായിട്ട് ഒരാൾ പരിചയപ്പെടുന്ന പേര് അങ്ങനെ ചോദിക്കാറില്ല. സോണം എന്നുണ്ട്, ഇവിടെ ശരിക്കും പേര് സനു എന്നാണ് ശരിക്കും പേര്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ സോണം എന്നൊക്കെ സെർച്ച് ചെയ്ത് വന്നില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ആള് പിന്നെയും കണ്ടത്. അത് അന്ന് ഫേസ്ബുക്കിലൊക്കെ നല്ല ഫോട്ടോസ് ഇടുന്ന ടൈമില്ല, ട്രെൻഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഇടുന്ന ടൈമില്ല. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഫോട്ടോ എടുത്താൽ കിട്ടതാണ്. അതിനകത്ത് ഒരു ലൈക്ക് വന്നു, അയ്യോ സോനം എന്നൊക്കെ പേര് വെച്ചാൽ. അപ്പം ഞാൻ ഇതാണോ കൊച്ചിന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ആ തപ്പി. ഞാൻ ഹായ് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എന്താ പറയുക, ഐ ലവ് യു പറഞ്ഞു. ഫോൺ നമ്പർ ഷെയർ ചെയ്തായിരുന്നു ആള്. അപ്പോൾ ഞാൻ ഐ ലവ് യു പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പം എന്ത് പെട്ടെന്ന് പറയണമെന്ന് കൂടി ചോദിച്ചു അല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പിറകെ നടക്കാൻ ടൈമില്ല, എനിക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും എനിക്കൊരു സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടി. ഐ മീൻ ഞാൻ കസ്റ്റമറോട് ഡീൽ ചെയ്ത് എനിക്ക് സംസാരിക്കാനുള്ള ഒരു ധൈര്യം വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പിന്നെ ഞാനിത് ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ അതൊക്കെ തീരുമാനം പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവിടെ മാക്സിമം ഒഴിവാക്കാൻ നോക്കിയായിരുന്നു. ശരിക്കും ആ സമയത്ത് ലാംഗ്വേജ് അറിയില്ലല്ലോ, എനിക്ക് മലയാളം അറിയില്ലേ, നിനക്ക് ഹിന്ദി അറിയില്ലേ, പിന്നെ ആ സമയത്ത് ഇപ്പോഴും അറിയില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവും, അങ്ങനത്തെ പ്രോബ്ലം. അത് കാരണം ഞാൻ അവോയ്ഡ് ചെയ്ത്. പിന്നെ ആ സമയത്ത് നമുക്ക് ഒരു ജസ്റ്റ് കണ്ട് മുട്ടിയല്ലോ, ആ സമയത്ത് നമുക്ക് അങ്ങനെ ക്ലോസ് ഫ്രണ്ടും ഉണ്ടായിരുന്നില്ലേ, ജസ്റ്റ് കാഷ്വൽ ടോക്ക് മാത്രം ഉണ്ടായിരുന്നു, സലൂണിലെ ഉണ്ടാവും സമയത്ത്. അപ്പൊ പെറ്റിന് അങ്ങനെ ഐ ലവ് യു പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ, അത് അല്ലേ. അപ്പൊ അത് പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ശരിക്കും ഞാൻ കേരളയിൽ വന്നു 2013 വന്നായിരുന്നു. പിന്നെ ഞാൻ അടുത്ത 2 years കഴിഞ്ഞിട്ട് കണ്ടു 2015 അല്ലെ, ഫേസ്ബുക്കിലെ കണ്ടു. 2015 ഫേസ്ബുക്കിലെ കണ്ടു ഞാൻ ഫോട്ടോ. ഡിസംബറിലെ കണ്ടത്, 2015 ഡിസംബറിൽ കണ്ടു. ഡിസംബറിൽ തന്നെ പ്രപ്പോസ് ചെയ്ത്. അപ്പൊ ഞാൻ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ ഇവിടെ ഓക്കെ പറഞ്ഞു. പിന്നെ അവൾക്ക് ഡൗട്ടായിട്ട് പിന്നെ ടച്ച് പോയി. പിന്നെ കൺഫ്യൂഷനായിട്ട് പിന്നെയും വന്നു ആള്. കൺഫ്യൂഷൻ കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 3% ഫസ്റ്റ് 2% യെസ് പറഞ്ഞു, പിന്നെ വേണ്ട പറഞ്ഞു, പിന്നെ യെസ് പറഞ്ഞു, പിന്നെ വേണ്ട. ലാസ്റ്റ് 3 ടൈം ആവുമ്പോ ഞാൻ സ്വന്തം ഫെബ്രുവരി 14 2016 ലവ് സ്റ്റാർട്ടായി. 2015 ഡിസംബറിൽ സ്റ്റാർട്ടായി വാലന്റൈൻ ഡേ. പിന്നെ കറക്റ്റ് വാലന്റൈൻ ഡേ 2016 ഞാൻ തിരിച്ച് അപ്പൊ കുട്ടിയൊക്കെ പ്രൊപ്പോസ് ചെയ്തു. കാരണം ലാസ്റ്റ് ഇവള് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോ പിന്നെ ഇവൾക്ക് എന്താണെന്ന് അറിയില്ല, തിരിച്ചു വന്നു. ഞാൻ 3 ആഴ്ച നോ കോണ്ടാക്ട്, ചാറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ നീ വരുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് പോയപ്പോൾ നീ എന്തായാലും വരും, തിരിച്ചെന്തായാലും നീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്റെ ലവ് ശരിയാണെങ്കിൽ നീ എന്തായാലും എന്നെ തേടി വരും ഞാൻ പറഞ്ഞു. അപ്പോൾ കറക്റ്റ് 3 വീക്ക് കഴിഞ്ഞിട്ട് മറ്റേ വാലന്റൈൻ ഡേ 2016 നൈറ്റ് തീരാറായപ്പോ 1 മണിക്കൂറുള്ളപ്പോ നൈറ്റ് ഞാൻ വേഗം പ്രൊപ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ലവ് സ്റ്റോറി സ്റ്റാർട്ടായി. അപ്പോൾ അത് സമയത്ത് 2% ഞാൻ പറഞ്ഞു യെസ് നോ പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവള് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഇല്ല, ആ സമയത്ത് ഫ്രണ്ട്, ആ സമയത്ത് നമുക്ക് നോർമൽ കാഷ്വൽ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് എന്താ പിന്നെ ഞാൻ വേണ്ട പറഞ്ഞ് വെച്ചല്ലോ. പക്ഷേ കുറെ എനിക്ക് ഡയറക്റ്റ് ബ്ലോക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചു ആസ് എ ഫ്രണ്ട് നമുക്ക് കോണ്ടാക്ടിൽ ഇരിക്കാം, സംസാരിക്കാം, കാഷ്വൽ ടോക്ക് സംസാരിക്കാം. ഒരാളെ ഇഷ്ടമാണെന്ന് കണ്ട, കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ടാക്കാൻ നോക്കൂല, മനസ്സിലായോ? ഇഷ്ടമല്ലെങ്കിൽ ഇട്ടഞ്ഞ് പൊക്കോളാം. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല വിചാരിച്ചു. പക്ഷെ നിങ്ങൾക്ക് ചേട്ടന് എനിക്ക് ഡയറക്റ്റ് ബ്ലോക്ക് ആക്കി തന്നു. അപ്പൊ ബ്ലോക്ക് ആവുമ്പോ നമുക്ക് ഫോൺ ഇല്ല, മെസ്സേജ് ഇല്ല. എനിക്ക് ഭയങ്കര ആ സമയത്ത് എന്താ പറയും, 1 day 2 day കുഴപ്പമില്ല. കുറച്ച് ആഴ്ച കഴിയുമ്പോ 1 week ആവുമ്പോ ഭയങ്കര ടെൻഷന്, ഭയങ്കര വിഷമം. കാരണം നമുക്ക് ഡെയിലി ടോക്കിംഗ് ഉണ്ടല്ലോ ആ സമയത്ത്, സ്റ്റാർട്ടിങ് ലവ് അല്ലേ. അപ്പൊ ആ സമയത്ത് ഭയങ്കര നമുക്ക് എന്താ പറയൂ, സ്വപ്നത്തില് നമുക്ക് എന്താ പറയൂ, ലവ് സമയത്ത് ഫ്ലൈ ചെയ്യൂലേ, പറക്കൂലേ, അങ്ങനത്തെ
നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമം തോന്നി, ഭയങ്കര മിസ്സിങ് തോന്നി. ഷേക്ക് ചെയ്യലോ അപ്പൊ എന്താണ് ഷേക്ക് ചെയ്യുന്നു, അപ്പോൾ ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും 2016 ഫെബ്രുവരിയിൽ തിരിച്ച് ലവ് ചെയ്തു, പ്രൊപ്പോസ് ചെയ്തു. പിന്നെ ആള് തിരിച്ചു വന്നിട്ട് പറയാണേ ഇന്ന് ഫെബ്രുവരി 40 അല്ലേ, അപ്പൊ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അല്ലേ തിരിച്ചു വന്നത്, മോള് പ്രൊപ്പോസ് ചെയ്താൽ മതി പറഞ്ഞു. അപ്പൊ അവള് ഐ ലവ് യു എന്നുള്ള എന്താ സൗണ്ട്. ഞാൻ പിന്നെ ജാട കാണിച്ചിട്ടേ ഫോൺ കട്ട് കളഞ്ഞു, ഫോൺ കട്ട് ചെയ്തു. ജാട കാണിച്ചു, ഐ മീൻ ഓക്കെ ശരി ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കട്ടായി. പിന്നെ ഞാൻ റോട്ടിക്ക് വന്ന് ഡാൻസ് ആയിരുന്നു. ഒരു അമ്പലം ഉണ്ടായിരുന്നു, അതിന്റെ ഫ്രണ്ടിൽ വന്ന് ഡാൻസ് ആണ്. ദേവസിനോട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു അതിൻ്റെ കൂടെ. ഇവിടെ തുള്ളിച്ചാട്ടമില്ലേ, ആ ഒരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ ഓക്കെ അങ്ങനെ പോയി. പക്ഷെ സോയിക്കുട്ടി ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യാനൊക്കെ ഞാൻ കുറേ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്തല്ലോ. അപ്പോൾ സോയിക്കുട്ടി എന്താ ഇവള് 2 പ്രാവശ്യം ഇങ്ങനെ ഇത് പോയെന്ന് ചോദിച്ചാൽ അവൾക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ, ലൈഫിൽ കുറേ നടന്ന കാര്യങ്ങളുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവൾക്ക് കുറച്ച് പാസ്റ്റിൽ കുറച്ച് എല്ലാവരും പാസ്റ്റ് ചിലപ്പോൾ നല്ലതായിരിക്കും മോശമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ സോയിക്കുട്ടി പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട്, അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രശ്നം. അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെക്കാൾ മുമ്പ് ഇതൊക്കെ പറയണമെന്ന് തോന്നി, അല്ലെങ്കിൽ എനിക്ക് മറച്ചു വയ്ക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആളിനോട് പ്രപ്പോസ് ഒരു ഐ മീൻ ഇഷ്ടപ്പെട്ടാൻ തുടങ്ങിയത്. മനസ്സിലായോ? കാരണം എന്നോടെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത് കൂടുതലൊന്നും വേണ്ട, ഒരു പെണ്ണിന് പ്രതീക്ഷിക്കാം. മനസ്സിലായോ? എന്താ പറയുക, സാധാരണ അവൾക്ക് മറച്ചു വെച്ചിട്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ തന്നെ ലവ് ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അവൾ എന്നോടെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് കൂടുതൽ ഒരു വിശ്വാസം ഇവൾക്ക് എന്നോട് കാണിക്കാനില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് നിന്നെ തന്നെ മതി, അതുകൊണ്ട് എൻ്റെ ലൈഫിലോട്ട് വാ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ സോയിക്കുട്ടി തന്നെ തിരിച്ച് ലവ് എന്ന് പറഞ്ഞില്ല. ആ സമയത്തൊക്കെ എനിക്ക് എന്താ പറയാ പ്രപ്പോസ് ചെയ്തല്ലോ, നിന്നെ മതി പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്താ. പിന്നെ സോയിക്കുട്ടി ഒരു മാസം കഴിഞ്ഞ്, അതായത് മാർച്ചിൽ ഇവിടെ തിരിച്ച് മാർച്ചിൽ നാട്ടിൽ വന്നു, വൈൽഡ് വെച്ച് കണ്ടു. അത് ഞാൻ പറയും. പിന്നെ ഞാൻ ശരിക്കും അപ്പുക്കുട്ടൊക്കെ ബർത്ത്ഡേ ഏപ്രിലിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഏപ്രിലിൽ പോണു, എന്താ ലീവ് ഇല്ല. അപ്പൊ ഞാൻ മാർച്ചിലെ പെട്ടെന്ന് ലീവ് എടുത്തിട്ട് 2 ദിവസം 3 ദിവസം ലീവ് എടുത്തിട്ട് ഞാൻ വീണ്ടും കേരള കൊച്ചിയിൽ എത്തി. പിന്നെ വൈറ്റ്ലാലി അപ്പുക്കുട്ട വന്നാനോട്ട് എനക്ക് പിക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ വൈറ്റ്ലാലി ജംഗ്ഷനിൽ എനിക്ക് വാ പറഞ്ഞു അല്ലേ. എൻ്റെ ബസ് സ്റ്റോപ്പിൽ എൻ്റെ വണ്ടി ഇതായി സ്റ്റോപ്പായി. അപ്പൊ ഞാൻ നോക്കുന്നുണ്ടോ അലക്സ് എവിടെ ഉണ്ടോ. ആ സമയത്ത് അലക്സ് പറയും നോക്കുന്നുണ്ടോ കാണുന്നില്ല ആള്. അപ്പൊ ഞാൻ വിളിച്ചാല് എവിടെ ഉണ്ടോ ഇപ്പൊ എത്തി കുറച്ച് കഴിഞ്ഞിട്ട് അവസാനം എത്തി. ഒരു ഹോട്ടല് ഷർട്ട് ജീൻസ് പിന്നെ ഇത് കുറച്ച് മാറ് ഇങ്ങനെ ഇത് എന്താ പറയാ, ഇത് നമുക്ക് ഇങ്ങനെ ഹെഡ്സെറ്റ് ഇത് ഉണ്ട മാതിരി ഇങ്ങനെ വെക്കില്ല. ഭയങ്കര ഷോ ഓഫ് ഉണ്ടായിരുന്നു ഇങ്ങനെ. പിന്നെ മുടി ഇങ്ങനെ സ്മൂത്തിങ് ചെയ്തിട്ട് മുടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ കയ്യില് പിന്നെ നല്ല ഫ്ലവർ വെള്ള കളർ ഫ്ലവർ കൊണ്ടുവന്നിച്ച് വന്നോട്ട് ഇപ്പോഴും നടക്കും. ഞാൻ പിന്നെ അറിഞ്ഞത് ഈ സാധനം ശരിക്കും ഇതിൽ കുറെ ഫ്ലവർ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഫ്ലവർ ഇത് പൂത്ത് പോയി. അപ്പൊ ഇത് ഞാൻ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ബാലൻസ് ഉണ്ട്. അപ്പൊ പെറ്റിന് ഞാൻ ഇത് ബോട്ടിലുണ്ടല്ലോ, ഇത് നമുക്ക് സോസ് ബോട്ടിലുണ്ടല്ലോ, ഞാൻ കൈ ഉണക്കി പിന്നെ ആ ഫ്ലവർ ഞാൻ ഇതില് വെക്കി. 11 or 12 years ആയി. അപ്പൊ ഞാൻ ഇങ്ങനത്തെ സൂഷി വെച്ചിട്ടുണ്ട്. കുറെ ഗിഫ്റ്റുകളുണ്ട് ഞാൻ സൂഷി വെച്ചിട്ടുണ്ട്. മിഠായിക്ക് കവർ വരെ ഞാൻ സൂഷി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സമയത്ത് നമുക്ക് കണ്ട് മിറ്റ് പിന്നെ ഈ ഫ്ലവർ ഞാനൊക്കെ കൊടുത്തായിരുന്നു ആ സമയത്ത്. പിന്നെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അപ്പുക്കുട്ടൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഉമ്മ കൊടുത്തോല്ലോ. അപ്പൊ പബ്ലിക്കില് ഇത് വന്ന് എന്താ പബ്ലിക്കില് ഞാൻ എങ്ങനെ ഇത് പൂ കൊടുക്കണം എന്ന് ഇങ്ങനെ കൊടുക്കണോ അത് ഇങ്ങനെ മുട്ടുകുത്തി കൊടുക്കണോ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആൾ കേട്ട് വന്ന് കിസ് അടിക്കും. ഞാൻ ഷോക്കായി പോയി. കാരണം ആ ബസ് സ്റ്റോപ്പിൽ അത്ര ആൾക്കാരുണ്ടായിരുന്നു, അമ്മമാരെ കൂടുതലുണ്ടായിരുന്നത്, പേടിയുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ഉമ്മ വന്നു. പെട്ടെന്ന് ഞങ്ങൾ പിടിച്ചിട്ട് നേരെ പോയി ഓട്ടോറിക്ഷ കയറ്റി പോയി പെട്ടെന്ന് സ്ഥലം വിട്ടു. അയ്യോ
അത് ഞെട്ടിപ്പോയിട്ടോ, അത് ഷോക്കായി. ഞാൻ എങ്ങനെ പൂ കൊടുക്കാന്ന് ചോദിച്ചപ്പോൾ ആളെന്തായിട്ട് കിസ് ചെയ്തത്, അവർ ഇതായി പോയി. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ 2 ദിവസം അന്ന് തന്നെ പിന്നെ ഒരു പിറ്റേ ദിവസം അമ്മേനെ കൊണ്ട് കാണിച്ചു. അമ്മേനെ അനിയത്തിക്കും അമ്മേനെ കാണിച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ വീട്ടുകാർക്ക് കുറച്ച് മാത്രം പ്രശ്നമുള്ളൂ. അത് ഇത്ര ദൂരമായതുകൊണ്ടാണ്, ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് വേണ്ടി അതാ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പുക്കുട്ടൊക്കെ പാരൻസ്ക്കെ കണ്ടായിരുന്നല്ലോ, അമ്മ, സിസ്റ്റർ, പിന്നെ നമുക്ക് അമ്മച്ചി, എല്ലുക്കുട്ടി എല്ലാവർക്കും കണ്ടു. എന്നിട്ട് ഞാൻ തിരിച്ച് പിന്നെ എവിടെ പോയി, കൊച്ചിക്ക് പോയി. കൊച്ചിയില് കോയമ്പത്തൂർ എൻ്റെ വർക്ക് ജോലി ഉണ്ടല്ലോ, അവിടെ പോകുമ്പോ എന്തോരം വേദന എൻ്റെ അമ്മേ, ഭയങ്കര. ഞാൻ ബസ്സില് കറന്ന് അവിടെ ജോലി സ്ഥലം എത്തി. പിന്നെ 2-3 ദിവസം നമുക്ക് അവിടെ ജോലി ചെയ്യണമെന്ന് തോന്നില്ല, ഭയങ്കര മിസ് ചെയ്യൂല. അങ്ങനത്തെ ഉണ്ടായിരുന്നു. നിനക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല? നീ എന്താ ചിന്തിച്ചു ആ സമയത്ത്? അപ്പൊ കൂടെ പറയുന്നേ, ഞാൻ ആ സമയത്ത് മീറ്റ് ചെയ്യുന്നു വന്നില്ല. അപ്പൊ പോയി കഴിഞ്ഞാൽ ഞാൻ തേക്കും അല്ലേ, ചീറ്റ് ചെയ്യും, അങ്ങനെ വിചാരിച്ചോ? കാരണം അപ്പൊ 2 പ്രാവശ്യങ്ങൾ പോയല്ലോ, ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പിന്നെ അങ്ങനെ. പക്ഷെ എന്താന്നറിയില്ല, പിന്നെ അവളെ അവിടെ എത്തിയപ്പോ എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഇത് വന്നത്, ഇവളെ സീരിയസ് ആണെന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട്, കാരണം അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിരുന്നു ഈ തേപ്പ്. ആ സമയത്തൊക്കെ ഈ തേപ്പിന്റെ ഒരു ട്രെൻഡിങ് ഇഷ്ടമല്ല, സോഷ്യൽ മീഡിയ മൊത്തം അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ അതൊക്കെ വായിച്ചോണ്ടായിരിക്കാം വിശ്വസിച്ചു പോയി, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുമില്ലോ, ആ സമയത്ത് നമുക്ക് ഏജ് ഭയങ്കര കുറവുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താ കുറച്ച് സമയത്ത് വർത്തമാനം പറയാൻ തോന്നും, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നു അങ്ങനെയാണ്. പക്ഷെ എന്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടോ, ഞാൻ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച പിന്നെ എനിക്ക് ആ ആള് മാത്രം മതി, ഞാൻ വേറെ ഒന്നും നോക്കൂല. ഹസ്ബൻഡ് മാത്രം അങ്ങനെ പറഞ്ഞില്ല, ബോയ് ഫ്രണ്ട് ഹസ്ബൻഡ് മാത്രം പറഞ്ഞില്ല. ആരെങ്കിലും ആയിട്ട്, ഫ്രണ്ട് ആയോ ബ്രദർ സിസ്റ്റർ ആരെങ്കിലും ആയി, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആള് മതി, വേറെ എനിക്ക് ഒന്നും വേണ്ട. അങ്ങനത്തെ. പിന്നെ ആ സമയത്ത് ആ സമയത്ത് ജോലി സമയത്ത് എനിക്ക് ട്രൂ ലവ് കിട്ടാൻ ട്രൂ ലവ് കിട്ടി പോകും. അങ്ങനെ ഒന്നും ഞാൻ ചീറ്റ് ചെയ്യൂല. ഞാൻ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു. ടൈം വേസ്റ്റ് ചെയ്യണം. കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര വേദന. ആ സമയത്ത് ഭയങ്കര ടെൻഷൻ ആവും നമുക്ക്. ആ സമയത്ത് ജോലി സമയത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റൂല. ആ സമയത്ത് നമുക്ക്, കാരണം നമുക്ക് പുറത്ത് വീട്ടിൽ എത്ര ദൂരം വന്നിട്ടുണ്ടോ, നമുക്ക് ആ സമയത്ത് നമുക്ക് ഫുൾ മെന്റൽ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാനും പറ്റൂല, നമുക്ക് വയ്യാവും. അത് കാരണം ഞാനൊക്കെ ഓൾറെഡി നല്ല സിൻസിയർ ബോയ് വേണാനും. അങ്ങനത്തെ ഒരു സിൻസിയർ ബോയ് കിട്ടി. പിന്നെ ഞാനും എൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബിലീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വർത്തമാനം പറയുമ്പോൾ മനസ്സിലാവില്ല. ചില ബോയ്സ് ജസ്റ്റ് ചുമ്മാ ടൈം പാസിന് വേണ്ടി ചെയ്യും. ബോയ്സോ ഗേൾസോ രണ്ട് പേര്, ചില ആൾക്കാർ അങ്ങനെ ടൈം പാസ്ക്ക് വേണ്ടി ചെയ്യും. പക്ഷേ എനിക്ക് ആ സമയത്ത് ആർമിക്ക് ടൈം പാസ് ചെയ്യുന്ന എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രപ്പോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം പറഞ്ഞല്ലോ. പിന്നെ അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ എൻ്റെ ലവ് സ്റ്റോറി മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2016 എൻ്റെ അവിടെ വീട്ടിലെ അപ്പക്ക് വയ്യ ഉണ്ടായിരുന്നല്ലോ, എൻ്റെ ഫാദർക്ക് വയ്യ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വീട്ടിൽ പോകണമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെറ്റിനെ പോകണമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ ലേറ്റ് ആയി പോകും, അതിന് വേണ്ടി ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ ആ സമയത്ത് അപ്പുകൂട്ട എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം വലിയ പേടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അപ്പുകൂട്ടൊക്കെ ഞാൻ പറഞ്ഞു, നീ വാ എനിക്കിട്ട് പറയാം. പക്ഷേ ശരിക്കും മാരേജ് മുമ്പ് അങ്ങനെ നമുക്ക് ഒരു ബോയ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം, അത് ആരുമേ അക്സെപ്റ്റ് ചെയ്യൂല. നാട്ടുകാർ എല്ലാവരും ഇത് പറയും, നമുക്ക് നാട്ടിൽ അങ്ങനെ എല്ലാവരും പറയും, ഓ ഈ പെണ്ണ് വീട്ടിൽ ചെറുക്കനെ കൊണ്ടുവന്നിച്ച് അങ്ങനെ എല്ലാം പറയും. പക്ഷെ ഞാൻ ഓൾറെഡി തീരുമാനിച്ചു, ഞാൻ ലൈഫിൽ ഈ അപ്പുകുട്ട മതി, ഞാൻ അപ്പുകുട്ട മാരേജ് ചെയ്യാം അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അത് കാരണം അപ്പുകുട്ടൊക്കെ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛനക്ക് എൻ്റെ അപ്പക്ക് ലാസ്റ്റ് ടൈം അപ്പുകുട്ട കണ്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പം മരിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് അപ്പുകുട്ട 1 വീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 1 വീക്ക് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ കൊച്ചിയിൽ വന്നു. പക്ഷെ ഞാൻ 2 മാസം അവിടെ ഉണ്ടായിരുന്നു. 2 മാസം അവിടെ നിന്നപ്പോൾ അപ്പാക്ക് വയ്യ ഉണ്ടായിരുന്നല്ലോ, അപ്പ പാരലൈസ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ നിന്നു കുറേ
2 months വരെ അവിടെ നിന്നു. ലാസ്റ്റ് ഫൈനലി നമുക്ക് എനിക്കും ജോലി ചെയ്യണ്ടേ, എനിക്കും വർക്ക് ചെയ്യണം, കാശ് വേണ്ടേ, വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ കാശ് കിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ച് റിട്ടേൺ കൊച്ചി. ആ സമയത്ത് ഞാൻ കോയമ്പത്തൂരിൽ പോയില്ലേ, ആ സമയത്ത് ലവ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കൂടെ ഞാൻ പറഞ്ഞു ജോലി സെർച്ച് ചെയ്ത് വെക്കി, ഞാൻ ഇങ്ങനെ ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഞാൻ കൊച്ചിയിൽ വന്നു. ജസ്റ്റ് കൊച്ചിയിൽ എത്തിയപ്പോൾ അവിടെ എൻ്റെ അപ്പ മരിച്ചു പോയി. പക്ഷേ എനിക്ക് വീണ്ടും തിരിച്ചു പോകണം പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ടും കുറേ സ്ട്രഗിൾ ചെയ്ത്. കാരണം നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടില്ല. ഈ സലൂൺ ഫീൽഡ്, ഹോട്ടൽ ഫീൽഡ്, എന്താ ഫീൽഡായി പെട്ടെന്ന് ജോലി കിട്ടില്ല. അപ്പോൾ കുറേ നമുക്ക് 10-15 ഡേയ്സ് ജോലി തപ്പി പിന്നെ ഫൈനലി എനിക്ക് ജോലി കിട്ടി. എൻ്റെ പഴയ സലൂൺ സ്റ്റുഡിയോ റിവൈവ് നമുക്ക് എവിടെ മീറ്റ് ചെയ്താണ് അവിടെ തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ജോലി ചെയ്തോ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വർഷം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2018 നമുക്ക് ഫൈനലി നമുക്ക് ബിഗ് ഡേ വന്നാണ്. November 10th നമുക്ക് വെഡിങ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനത് November 10th അല്ലേ 2018, മറന്നു പോയി മോനെ. അപ്പൊ November 10, 2018 നമുക്ക് മാരേജ് ആയി. അത് കഴിഞ്ഞിട്ട് മാരേജ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അവിടെ പിന്നെ കൊച്ചിയില് നമുക്ക് ഒരു വീട് റെന്റിലെടുത്തോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പേര് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് 6 മാസത്തില് ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ ആ സമയത്ത് എനിക്ക് പ്രഗ്നന്റ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര തലവേദന, ബ്ലഡ് കുറവ്, അങ്ങനത്തെ പ്രശ്നമുണ്ടോ സമയത്ത് 4 മാസം വരെ എനിക്ക് നന്നായിട്ട് നോക്കി കെയർ ചെയ്ത് എപ്പോഴും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. രാവിലെ വൈകിട്ട് രാത്രി എല്ലാം ചെയ്ത് ആ സമയത്ത് അപ്പക്കുട്ട ഉണ്ടായിരുന്നു. എല്ലാം ചെയ്ത് കൊടുത്തു. കാരണം എനിക്ക് സമയത്ത് ബ്ലഡ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഭയങ്കര തലവേദന, എനിക്കൊന്നും പറ്റൂല. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ അല്ലേ. അപ്പേ സമയത്ത് ഭയങ്കര കഷ്ടല്ലേ, കഴിക്കാനും പറ്റുന്നില്ല, ശ്രദ്ധിക്കാനും പറ്റുന്ന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫുഡ് ഇങ്ങനെ തോണ്ടല്ലോ. കാരണം ആ സമയത്ത് ഞാൻ ഈ കേരള ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്ത് ഞാൻ എൻ്റെ നാട്ടിലെ ഫുഡ് ചോറ് എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പെറ്റിനെ കഴിക്കാൻ പെറ്റിനെ ഈ വലുത ചോറ് കഴിക്കുമ്പോ ഇങ്ങനെ താഴെ പോകില്ല. എൻ്റെ ഈ മീൻ കറി ചോറ് ഒന്നും താഴെ പോകില്ല. ഇപ്പൊ ഈ ചോറ് ഇല്ലെന്ന് പിന്നെ നമുക്ക് ജീവിക്കുന്ന പറ്റില്ല അല്ലേ. അലക്സ് ചേട്ടന് കുറെ സർപ്രൈസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ലവ് സമയത്ത് എനിക്ക് അപ്പുകുട്ട പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്താ പറയൂ, നിനക്ക് ഞാൻ ചീറ്റ് ചെയ്യൂല, നിനക്ക് ഞാൻ പുണ്യവലത്ത് നോക്കും, നിനക്ക് പ്രോമിസ് എന്താ പ്രോമിസ് ചെയ്യുന്നുണ്ട്, അത് എല്ലാ പ്രോമിസ് ഇത് ചെയ്യും. എന്താ പറയൂ, പ്രോമിസ് കീപ്പ് ചെയ്യും പറഞ്ഞു. ശരിക്കും ഇപ്പോൾ ശരിക്കും ഇപ്പോൾ അപ്പുകുട്ട നമുക്ക് മാരേജ് കഴിഞ്ഞിട്ട് 6 years ആയി. പക്ഷെ ഞാൻ ഫസ്റ്റ് ലവ് ചെയ്ത് സ്റ്റാർട്ടായില്ല ഇപ്പോൾ വരെ. എത്ര സമയമായി നമുക്ക് ഇപ്പോൾ 12 years ആയിട്ടോ. പക്ഷെ ഇപ്പോൾ വരെ എനിക്ക് എൻ്റെ അപ്പുകുട്ട നല്ല നോക്കുന്നുണ്ടോ, നല്ല കെയർ ചെയ്യുന്നുണ്ടോ. അട്ടൊക്കെ വഴക്കുണ്ടാക്കും, അത് സാരില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് വഴുതിയൊക്കെ മാറ്റും. പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ് ആ സമയത്ത് നമുക്ക് എപ്പോൾ ലവ് സ്റ്റാർട്ട് ആയില്ല ആ സമയത്ത് 12 വർഷമായിട്ട് കണ്ടുമുട്ടിയിട്ട് 9 വർഷമായി ലവ് പോയിട്ട് 9 years ആയി. പക്ഷെ നമുക്ക് ഇല്ല കണ്ടുമുട്ടിട്ട് 12 years ആയി. ആ സമയത്ത് നമുക്ക് ജോലിയിൽ ഉണ്ടായിരുന്നല്ലോ. 2013 നമുക്ക് കണ്ടുപിടിച്ചു. ആ സമയത്ത് നമുക്ക് ഒരു കാഷ്വൽ ഫ്രണ്ട് ആയിട്ട് ഉണ്ടായിരുന്നു. ശരിക്കും ലവ് ആയിട്ട് 9 വർഷമായി. അപ്പോ ഈ 9 വർഷം എനിക്ക് ഫുൾ സർപ്രൈസ് ഉണ്ടോ, മുമ്പോട്ടും ചിലപ്പം സർപ്രൈസ് ഉണ്ടാവോ. പക്ഷെ ആ സമയത്ത് എനിക്ക് അപ്പുകുട്ട ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഞാൻ ഇപ്പോൾ കൊച്ചിയിൽ വന്നാണല്ലോ. ആ സമയത്ത് ഞാനൊക്കെ ആ സെൻട്രൽ മോളല്ലേ, മോളിൽ പോകുമ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് കണ്ടായിരുന്നു.
വൈറ്റ് കളർ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് എനിക്ക് മേടിക്കുന്ന കാശുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ മേടിച്ചില്ല. ഞാൻ തിരിച്ച് റിട്ടേൺ പോയില്ലോ. ആ സമയത്ത് കൊറിയർ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊറിയർ ആ ഡ്രസ്സ് മിഠായി അങ്ങനെ കുറേ അങ്ങനെ സമയത്ത് എനിക്ക് കൊറിയർ കിട്ടും, ഡ്രസ്സുകൾ അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോണ് മേടിച്ച് തന്നു. എനിക്ക് ലൈഫിൽ 3 ഫോണ് മേടിച്ച് കൊടുത്തായിരുന്നു ആ സമയത്ത്, ലവ് സമയത്ത് 3 ഫോണ്. ഫസ്റ്റ് സാംസങ്. അതെന്താണ് കണക്കെടുപ്പാണോ വേറെ പറയല്ലേ? ആ ഷേക്ക് ചെയ്യല്ലോ, അതെന്താണ് ഷേക്ക് ചെയ്യാനും. അപ്പൊ അങ്ങനെ കൊണ്ടിട്ട് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടല്ലോ, ആനിവേഴ്സറി, വാലന്റൈൻ ഡേ, ബർത്ത്ഡേ. പണ്ട് ബർത്ത്ഡേ വാലന്റൈൻ ഡേയിലെ കൂടുതൽ ഗിഫ്റ്റ് കിട്ടുന്നതാണ്. ഇപ്പോൾ ആനിവേഴ്സറി ആയല്ലോ. അപ്പോൾ അങ്ങനത്തെ അപ്പുകൂട്ട എനിക്ക് ഫുൾ സമയത്ത് ഇത് ഗിഫ്റ്റ് മീൻസ് വലിയ മാത്രം ഗിഫ്റ്റ് ഇല്ല കേട്ടോ. കുഞ്ഞു ഗിഫ്റ്റ് കൊടുത്താലും എനിക്ക് സന്തോഷം. ഒരു person നമുക്ക് ഞാൻ പറഞ്ഞുള്ളൂ, മുമ്പും പറഞ്ഞിട്ടുണ്ട്, കൊറോണ സമയത്ത് നമുക്ക് ആർക്ക് ആ സമയത്ത് എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു അറിയുമല്ലോ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഡെയറി മിൽക്ക്, ഹാർട്ട് ലവ് ഡെയറി മിൽക്ക് ഉണ്ടല്ലോ അല്ലേ, ആ പിങ്ക് കളറ്. അപ്പോൾ അത് എനിക്ക് കൊടുത്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ട് ആ അപ്പുകുട്ട അവിടെ സ്ലിറ്റ് ആ മിഠായിക്കൊക്കെ അവർക്ക് താഴെ ഉണ്ടല്ലോ എന്തെങ്കിലും റൈറ്റ് ചെയ്യാമല്ലോ. അത് ആ സമയത്ത് ഐ ലവ് യു സോയിക്കുട്ടി പറഞ്ഞിട്ട് എഴുതി വെച്ചാണ്. ആ കവർ വരെ, ആ കുഞ്ഞി കവർ വരെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പേടിച്ചിട്ട് ഓ അപ്പൊ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് അപ്പൊ കൂടെ ഗിഫ്റ്റ് കൊടുക്കണം. അത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണോ വേണ്ട, അത് നമുക്ക് ഇതെന്താ പറയാ, ഇഷ്ടമുണ്ടെന്നോ കാശുണ്ടെന്നോ കൊടുക്കാം, ഇല്ലെന്നോ കൊടുക്കാം. അത് കൊടുക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. പലരും പറയുന്നുണ്ട് ഇത് കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യണത്. ഇത് അങ്ങനെയൊന്നുമല്ല, നമ്മളറിയുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും. കാരണം പണ്ടേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ പഴയ ഇതൊക്കെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. പിന്നെ ഈ സുൽക്കുട്ടിക്കൂടെ പ്രോമിസിൽ ഒരെണ്ണം മാത്രം തെറ്റിച്ചിട്ടുള്ളൂ കേട്ടോ. അതെന്താ വേറെ ഒന്നുമല്ല, ഈ ഇവിടെ ഞാൻ പറഞ്ഞെന്ന് വെച്ച് ഇത്രേ ഉള്ളൂ. നിന്നെ ഞാൻ കരയിപ്പിക്കത്തില്ല, ഇടിക്കത്തില്ല, പൊന്നുപോലെ നോക്കോളാം, പിന്നെന്താ എന്താ പറയാ, നിന്നെ ഹാപ്പി ആയിട്ട് എടുത്തേക്കോളാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇതിൽ ഒരെണ്ണം മാത്രം തെറ്റിച്ചുള്ളൂ, കരച്ചില്. അത് സ്വാഭാവികമായിട്ട് മനുഷ്യരല്ലേ, വൈറ്റ് നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്ന ഫോട്ടോ ഇല്ലല്ലോ. എല്ലാവർക്കും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അത് കാര്യമില്ലേ. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് നമ്മള് എപ്പോഴും സന്തോഷം ജീവിതത്തിൽ ഒരു ഇതില്ല കേട്ടോ. ഐ മീൻ എന്താ വാല്യൂ ഇല്ല. നമ്മള് പരസ്പരം അറിയണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ പരസ്പരം ഉണ്ടാവണം. ഫൈറ്റ് ആയാലോ അതായത് ഉണ്ടാവണം. അപ്പോൾ കൂടുതൽ സ്നേഹം പിന്നെയും വരും. അങ്ങനെയാണ് ഇപ്പം ഞങ്ങളാ പഠിച്ചൊരു പാഠം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതുവരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ എടാ പോടാന്ന് വിളിച്ചത് കാരണം വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഫ്രണ്ട് ആയിരുന്നല്ലോ, അപ്പോൾ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഫ്രണ്ടിനെ തന്നെ ലവ് ചെയ്യുമ്പോ ആ ഒരു ഇത് തന്നെയല്ലേ വരുള്ളൂ. ആ വൈബ് നിങ്ങൾക്ക് ഇപ്പൊ ജനറേഷൻക്ക് ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു ഫ്രണ്ട് കിட்ட ലവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പേ കീപ്പായി പോകും. അപ്പൊ ഇങ്ങനത്തെ നമുക്ക് ലവ് സ്റ്റോറി ഉണ്ട്. പക്ഷെ പറയുമ്പോ കുറെ നീലൊക്കെ ഉണ്ട്. നമുക്ക് എവിടെ കണ്ടുമിച്ച് കുറെ ഇതുണ്ട്. പക്ഷെ നമുക്ക് കുറെ പറയുമ്പം ഒരു ലാഗാവൂല, നിങ്ങൾക്കും ബോറിങ് തോന്നും. അതൊക്കെ വേണ്ടി ഞാൻ ചുടുക്കി ഷോർട്ടായിട്ട് ചുടുക്കിയായിട്ട് പറയാം. കാരണം നമുക്ക് ലവും ഭയങ്കര സ്മൂത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ലൈഫില് ലവ് സമയം ഞാൻ കറന്നിട്ടൊക്കെ എത്ര കറന്നിട്ടുണ്ടല്ലേ. അതെ പിന്നെ പറയും. അങ്ങനത്തെ നമുക്ക് ലവ് ഒരു സ്മൂത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ലൈഫ് പെർഫെക്റ്റ് അല്ല. നമുക്ക് നമ്മുടെ കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്റെ എല്ലാ കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ പ്രേമിച്ചത്, മനസ്സിലായോ? ഇപ്പൊ എനിക്ക് എന്താ സംസാരിക്കുന്ന നേരത്തും അറിയില്ല, കേൾക്കുറ ഉണ്ട്, അതൊക്കെ അവളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കുറവുണ്ടാവും. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ കിട്ടത്തില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഇവർക്ക് കുറച്ച് ബ്രെയിൻ ഉള്ളൂല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം, അതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ജേർണി വേറെ വേറെ ഉണ്ടല്ലോ, എല്ലാവർക്കും ലൈഫ് സ്റ്റോറി വേറെ വേറെ ഉണ്ട്. അപ്പൊ ഞാൻ കുറെ നീക്കി കൊണ്ടുപോകണ്ട വിചാരിച്ച് അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം പറ്റുന്ന ഞാൻ പറഞ്ഞിട്ട് തീർക്കാൻ വിചാരിച്ച. എന്താ പറയാ, ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ അത് ഞാൻ
എന്നെ സമ്മതിച്ചു കൊടുക്കണം സത്യം പറഞ്ഞാൽ. അതിന് എനിക്കൊരു അവാർഡ് തന്നെ കിട്ടിയേ പറ്റൂ. അത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. എന്താ അവാർഡ്? ബെസ്റ്റ് എന്താ ക്ലാം മാൻ അവാർഡ് ഓൾറെഡി മേവ് കുട്ടി കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ അങ്ങനെ തോന്നാനോട്ടാ കൊച്ചിന്റെ പറഞ്ഞില്ലല്ലേ എനിക്ക്. അപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നന്റ് ആയില്ലോ. അപ്പൊ ഞാൻ ആ സമയത്ത് എന്താ 4 മാസം വരെ അപ്പുകുട്ട നോക്കിയില്ല. ആ സമയത്ത് അപ്പുകുട്ടക്ക് ജോലി പോകാനും പറ്റുന്നില്ല. അപ്പൊ അവിടെ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടേക്ക് വന്നു, എന്റെ വീട്ടിലോട്ട് വന്നു. കാരണം വെച്ചാൽ അവിടെ എപ്പോഴും സിറ്റ് ചെയ്യല്ല. അപ്പൊ നല്ല ഫ്രഷ് എയർ കിട്ടാൻ ഈ ഏരിയയിൽ വന്നാൽ പിന്നെ അമ്മയുടെ കെയറും കിട്ടൂലോ. പിന്നെ ഇതും തായി ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകാനും പറ്റൂല. അപ്പൊ നമുക്ക് എക്സ്പെൻസ് കൂടുതൽ വരൂല്ലേ, അവരുടെ റെന്റ് എന്തോരം കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അപ്പുകുട്ടക്ക് ജോലിക്ക് പോവണ്ടേ, 2 പേര് വീട്ടിലിരുന്ന പിന്നെ ഞാൻ എന്താ തിന്നെ. അതൊക്കെ വേണ്ടി ഞാൻ അങ്കമാലിയിലെ ഷിഫ്റ്റായി. അങ്ങനത്തെ നമുക്ക് ഇപ്പോ അങ്കമാലിയിൽ എത്തിപ്പോ എത്ര വർഷമായി? 4 വർഷമായി അല്ലേ. 4 year going to 5 year. അപ്പൊ 5 year ആവും കേട്ടോ, മാർച്ചിൽ 5 year ആവും. പിന്നെ എന്താ പറയും, അപ്പൊ മേവ് കുട്ടി നമ്മക്ക് കൊച്ച ഉണ്ടല്ലോ. കുറച്ച് ആൾക്കാർക്ക് അറിയില്ലേ, അപ്പൊ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ കൊച്ചെ ആരൊക്കെ കൊച്ചേ പറയാം. ഈ കൊച്ചെ നമ്മക്ക് അപ്പുക്കുട്ടി ആൻഡ് സോയിക്കുട്ടിക്ക് കൊച്ച ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും താങ്ക് യു കേട്ടോ, ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും താങ്ക് യു ഉണ്ട്. എന്താ പറയാ മുമ്പോട്ടും നിങ്ങൾ ഇങ്ങനത്തെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയും, നമുക്ക് വീഡിയോ എല്ലാവരും നോക്കുന്നു, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു. അപ്പൊ എല്ലാവരും കമന്റിൽ പറയുന്നേ നമുക്ക് ലൈഫ് സ്റ്റോറി ഇങ്ങനെ ഉണ്ടോ, ലവ് സ്റ്റോറി ഇങ്ങനെ ഉണ്ടോ. പക്ഷേ ഞാൻ ലവ് സ്റ്റോറി പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും ബോറിങ് വരാത്ത രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലവ് സമയത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ അത് താല്പര്യം കാണിക്കുക എല്ലാവർക്കും. മനസ്സിലായോ? എല്ലാവരും കമന്റ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അത് വേണ്ട മെയിൻ ഗിഫ്റ്റ് ഇതല്ലേ. നമുക്ക് ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോ ഈ ഫ്ലവർ കൊടുത്തപ്പോ ഇത് ഞാൻ എത്ര വർഷം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ കണ്ടില്ലേ. അപ്പൊ ഇതേ നമുക്ക് ഏറ്റവും വലുത് ഗിഫ്റ്റ് വെച്ചിട്ടില്ലേ. എന്താ വെച്ചിട്ടുണ്ടോ? പൊന്നുപോലിപ്പോ നോക്കുന്നുണ്ട്. അതാണ് അത് ഇവിടെ അവിടെ പോയാലും ഞാൻ കൂടെ പോകും. അതാണ് നിങ്ങൾക്ക് ടെൻഷൻ വരും. സുന്ദരി കോത. അപ്പൊ ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ.